ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെയാണ്. കിച്ചൺ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഇതൊരു കിച്ചൻ്റെ മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരുപാട് ചിലവില്ലാണ്ട് ഞാൻ ഇതിൽ ഒന്നും തന്നെ നമ്മൾ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് വാൾപേപ്പർ വാങ്ങിയതൊഴികെ ബാക്കിയൊന്നും ഞാൻ ചിലവാക്കാണ്ട് കിച്ചൺ മേക്ക് ഓവർ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിതൊരു ഫസ്റ്റിൽ തന്നെ ഞാനിതിൽ കാണിച്ചതെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ ഉള്ളൊരു കോലായിരുന്നു. ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ ടൈലൊക്കെ അടർന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഏകദേശം ഞങ്ങളതൊക്കെ ഒഴിച്ച് പിന്നെ കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് ബാക്കിയൊക്കെ മെയിൻ്റനൻസൊക്കെ കഴിഞ്ഞ് ഓരോരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പുറത്തായിരുന്നു നിന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾക്ക് അലോട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ വിചാരിച്ചു എന്തായാലും നിന്നാലേ ഒരു വർഷം പുറത്ത് നിന്നതിന് ശേഷം നമുക്ക് അകത്തേക്ക് വരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ യാത്രയുടെ ബുദ്ധിമുട്ട് കാരണം, അതായത് ഹസ്ബൻഡിന് ഒരു സൈഡിലേക്ക് തന്നെ ഒരു 8 കിലോമീറ്ററിന് മേലെ യൂണിറ്റിൽ ഓഫീസിലേക്ക് എത്താൻ വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഡെയിലി ഒരുപാട് പ്രാവശ്യം, അതായത് രാവിലെ PT വരുന്നു, തിരിച്ച് വരുന്നു, പിന്നെ ഡ്യൂട്ടിക്ക് വരുന്നു, ഉച്ചയ്ക്ക് വരുന്നു, തിരിച്ചു പോകുന്നു, രാത്രി, അങ്ങനെ ഒരു ദിവസം തന്നെ ഒരുപാട് പോകാനുള്ളത് കാരണം ശരി നമുക്ക് മാറാം എന്നുള്ള രീതിക്ക് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കോട്ടൻ്റെ കോലം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ ഒരു റീലിട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇതൊരു കാട് പിടിച്ചൊരു ഏരിയ ആണ്. ആക്ച്വലി വരുന്നതിന് മുന്നേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ നിന്ന് യൂണിറ്റിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും നല്ല കോട്ടൊന്നും ആയിരിക്കില്ല. പക്ഷേ നമുക്കെന്താ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥ. വളരെ പരിതാപകരമായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ ഇവിടെയുള്ള ആൾ പോയതിന് ശേഷം ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ആ ഒരു 1.5 മാസമൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെയും ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു വെള്ളക്കെട്ടുള്ളൊക്കെ ഒരു സ്ഥലമായത് കാരണം പെട്ടെന്ന് ഉള്ളിലൊക്കെ പൂപ്പൽ വരും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ എൻ്റെ ഭർത്താവും മോനും കൂടെ വന്ന് വർക്കേഴ്സിനെ വെച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്യിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാണ്ട് ഒരു തൃപ്തി ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ അടുത്തത് മുന്നേ പറഞ്ഞത് കാരണം ഞാൻ വാൾപേപ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ എന്നല്ല, എവിടെ ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനത് സ്റ്റാൻഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകിയാലൊന്നും പോകാത്ത തരത്തിൽ ഒരു വെള്ള കളറൊക്കെ ആയിരുന്നു. ഒരു മാർബിളോ എന്താ സംഭവം, മാർബിളല്ല, ആ ഒരു സ്റ്റോൺ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതൊന്നും വലിയ കളറില്ലാത്തത് കാരണം ഞാനത് സ്റ്റാൻഡിൽ തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എന്നതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള റാക്കിനൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ നമ്മളെ ഈ സ്ലാബിൻ്റെ താഴ്ഭാഗമൊക്കെ ഉള്ള ടൈലൊക്കെ അടർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പറയുന്നത് ഇത് ഒരുപാടൊന്നും താമസിക്കാണ്ട് ഇത് ചിലപ്പോൾ മെയിൻ്റനൻസിലേക്ക് പോകും, അപ്പം നമ്മൾ ക്വാർട്ടർ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും പിന്നെ നിന്നില്ല. നമുക്ക് യൂസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ സ്ലാബ് നമുക്ക് ആവശ്യമാണ്, റാക്കൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വാൾപേപ്പറിന് എനിക്ക് ചെറിയ റേറ്റാണ് വന്നത്. ഒന്നിൽ 2 സെറ്റായിട്ടാണ് വന്നത്. ഒരു 100 സംതിങ് ഒക്കെയാണ് വരുന്നുള്ളൂ റേറ്റ്. വളരെ കുറഞ്ഞത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ മൊത്തം ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇവിടുത്തെ ബംഗാളിലുള്ളതായിരിക്കാം, നമ്മളെ നാട്ടിലുള്ള മാതിരി അടുപ്പും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും, അല്ലാണ്ട് പുറമേയുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു പുറമേ ആയിട്ടാണെന്ന് തോന്നുന്നു. അവർ ഈ റൊട്ടിയൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ അടുപ്പിലാണല്ലോ. അപ്പോൾ ക്വാർട്ടേഴ്സിൽ എങ്ങനെയായാലും അത് പിന്നെ ഇവിടെ നിന്നല്ല, എവിടെയുള്ള ക്വാർട്ടേഴ്സിലും നമുക്ക് അടുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ സിങ്കൊക്കെ ഇവിടുത്തത് പിന്നെ അവിടെ സ്റ്റാൻഡ് ചെയ്തതാണ്. വാളിൽ ഹാങ് ചെയ്ത് വെച്ച മാതിരിയുള്ള സിങ്കൊക്കെയാണ്. മുന്നേ നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെയുള്ള ടൈപ്പല്ല ഇവിടുത്തെ സിങ്കൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് പഴക്കം ചെന്ന ക്വാർട്ടറാണിത്. പിന്നെ ഇപ്പം ഞങ്ങൾ നിന്ന് ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവന്നു എന്ന് മാത്രം.
ഇവിടെ ഞങ്ങൾ കിട്ടിയതിന് ശേഷം വർക്കേഴ്സിനെ വെച്ചിട്ട് ക്ലീൻ ചെയ്യിച്ച് പെയിൻ്റൊക്കെ ഒന്ന് ചെയ്യിച്ചു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതുവരെ നിന്നതിൽ ഏറ്റവും മോശം എന്ന് പറയുന്ന രീതിക്കുള്ളൊരു ക്വാർട്ടേഴ്സാണ് ഇവിടെ. അത് കുറ്റം പറയാൻ പറ്റില്ല, നമുക്ക് ഇവിടുത്തെ ഒരു ഏരിയ അങ്ങനത്തേതായത് കാരണം. പക്ഷേ ഇപ്പോഴ് ഒരുപാട് ക്വാർട്ടേഴ്സുകൾ എന്താ പറയുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഉപകാരമാവട്ടെ. നമ്മൾക്ക് പിന്നെ ശീലമായത് കാരണം നമ്മളിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങിച്ച് ഒക്കെ സെറ്റ് ചെയ്തു. ഒരു ദിവസമല്ല, 1-2 ദിവസം വെച്ചിട്ടാണ് ഇത് ചെയ്തത്. കുറച്ച് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തതാണ്. എനിക്കിങ്ങനത്തെ കൂടുതൽ ഈ മേക്ക് ഓവറൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഉള്ളൊരു ലുക്കൊന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന മാതിരി തോന്നും. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങി അകത്ത് കയറുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും നമുക്കുണ്ടാകും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ നോർമലി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ വീട്ടിലാണെങ്കിലും ഒക്കെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബെഡ്റൂം ആയാലും കാര്യങ്ങളൊക്കെ ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒരു 5-6 മാസമൊക്കെ കൂടുമ്പോൾ അതിനെയൊക്കെ സ്ഥാനം മാറ്റിയിട്ട് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലൊരു മാറ്റം വന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വെച്ചിട്ട് എന്നാൽ പിന്നെ കിച്ചണും കൂടെ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് ഇറങ്ങിയത്. കാരണം നമ്മളിപ്പോൾ കൂടുതൽ സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കിച്ചണിലാണ്. എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ കുറച്ചധികം വൃത്തിയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റാക്കൊക്കെ കാലിയായിട്ട് കാണാം, ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഞാൻ ഒരു സാധനം പോലും സത്യം പറഞ്ഞാൽ ഇതിലുള്ള ഒരു ബോട്ടിൽസ് പോലും ഞാൻ ഇത് നമുക്ക് കിച്ചണിൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. അല്ലാണ്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ ബോട്ടിൽ നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ ഒരുപാട് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് അങ്ങനെ ആണ് വാങ്ങിക്കുക. പക്ഷേ എൻ്റെ അടുത്ത് ഒരേ മോഡലിലുള്ള ഒരു 4-5 ബോട്ടിൽസൊക്കെ ഉള്ളത് കാരണം ഞാൻ വിചാരിച്ചു ശരി അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് ഇതിപ്പോൾ ഞാനൊന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുന്നതാണ് എങ്ങനെയാണെന്ന്. എനിക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപോലത്തെ ആണെങ്കിൽ എല്ലാം ഒരേപോലെ വെക്കുക. അതിപ്പോൾ നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് അയലിടുകയാണെങ്കിൽ ഞാൻ പാൻറ്റൊക്കെ ഒരേ സൈഡിൽ, ഷർട്ടൊക്കെ ഒരേ സൈഡിൽ അങ്ങനെ ഇടുന്നൊരു അത് കാണുമ്പോഴുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എല്ലാ കാര്യവും ഒരേപോലത്തതല്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ ബനിയനൊക്കെ ഒരേ ഇടും. രാഘുവിൻ്റെ ഇട്ട്, എൻ്റെ ഇട്ട്, ഋഷി, റഹാൻ ഇവരൊക്കെ ഇങ്ങനെ സൈസിനനുസരിച്ചൊക്കെ ഇടും. അപ്പോൾ എല്ലാം കൂടെ ചറപറ ഇടാണ്ട് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് പിന്നെ നോക്കുമ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഉണങ്ങുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഉണങ്ങിക്കോളും. പക്ഷേ അത് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു വട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വട്ട് എന്നല്ല, നമുക്കങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തോന്നും. അപ്പോൾ അതേപോലെയാണ് എനിക്ക് കിച്ചണിൽ ഇതിലുള്ള ഓരോ ബോട്ടിൽസും. അതായത് നമുക്കിത് മന്ത്ലി റേഷൻ, ഇപ്പം ഞങ്ങൾ റേഷനല്ല റേഷൻ മണിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ മന്ത്ലി നമുക്ക് ഈ ചോക്കോമൾട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരേ ബോട്ടിൽസ് നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനത്തെ കുറേ ബോട്ടിൽസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിക്കുന്നതല്ല, ഇവരുടെയൊക്കെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മൾ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഗുലാബ് ജാമുൻ്റെ ഒക്കെ ടിന്നുണ്ടാവുമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ ചൂട് സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഗ്ലൂക്കോവിറ്റ അല്ലെങ്കിൽ ഗ്ലൂക്കോൺ-ഡി അതൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെത് കുറേ ബോട്ടിൽസ് എന്ന് വേണ്ട. പിന്നെ അതേപോലെ തന്നെ നെയ്യ് വാങ്ങിക്കും. നമ്മൾ തണുപ്പിന് നെയ്യ് വാങ്ങിക്കുമല്ലോ, അപ്പം നെയ്യിൻ്റെ ബോട്ടിൽസ്. അപ്പോൾ ഒരേ മോഡലിൽ ഒരു 5-6 ബോട്ടിൽസൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ നമ്മൾ സെപ്പറേറ്റ് പിന്നെയും വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മളെ നെസ്കഫേൻ്റെ ഒക്കെ കോഫീൻ്റെ ബോട്ടിൽസ് ഉണ്ടാവും, ഡാബർ ഹണീൻ്റെ, അതൊക്കെ നമ്മൾ ചില്ല് കുപ്പികളുണ്ടാവുമല്ലോ, അങ്ങനത്തതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരേപോലത്തെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരേപോലെ ഞാൻ വെക്കുമായിരുന്നു.
അപ്പോൾ ഞാൻ എൻ്റെ നിലവിലുള്ള കിച്ചൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാനൊന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മേക്ക് ഓവർ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ തരണം. അപ്പോൾ ഇതേപോലെ മേക്ക് ഓവറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ചുമരൊക്കെ ഒരു ബ്ലാക്ക് ആ പെയിൻറ്റ് മുന്നിലുള്ള ആൾക്കാർ അടിച്ചാണ്. അതപ്പോൾ ഞാൻ കുറേ ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ വാൾപേപ്പർ അത്രത്തോളം വാങ്ങി വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഇതിനിപ്പം മെയിൻ്റനൻസിലേക്കൊക്കെ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.